നമസ്കാരം. 1994 സിനിമയുടെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 100 സിനിമകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോഴിക്കോട് വെച്ച് ആരംഭിച്ച ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ 30ാം പതിപ്പിന്റെ 2ാം ദിന കാഴ്ചകൾ നമുക്ക് കാണാം. എങ്ങനെ പോകുന്ന IFFK മൂവി? തുടങ്ങിയതേ ഉള്ളൂ. രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാ വർഷവും IFFK മിസ് ചെയ്യാണ്ട് വരാറുണ്ടോ? ഇല്ല, എല്ലാ വർഷവും പറ്റാറില്ല. ഞാൻ ഒരു മീഡിയ സെന്ററിൽ വർക്ക് ചെയ്ത് തുടങ്ങിയതാണ് ഇവിടെ IFFKയുടെ. അത് PG പഠിക്കുന്ന സമയത്ത്. അതിനുശേഷം പിന്നെ കുറച്ചു കാലങ്ങൾ വന്നിരുന്നു. ഇപ്പോ ഇത് ഒരു 7ാമതൊക്കെ ആയി എന്റെ. നമ്മളിപ്പോ IFFK 30ാമത്തെ വർഷത്തിലേക്ക് കടക്കാണ്. 30th എഡിഷൻ എത്തി. അപ്പൊ IFFK എന്ന് പറഞ്ഞാൽ സിനിമ മാത്രമല്ല, സിനിമയ്ക്ക് പുറമെ കുറെ സിനിമാ ബന്ധങ്ങളും ഫ്രണ്ട്ഷിപ്സിന്റെയും സിനിമാ ചർച്ചകളുടെയും എല്ലാം ഒരു വേദിയാണ്. ചേട്ടനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ആ ഇതിൽ നോക്കുന്നത്? ഞാൻ IFFK ആദ്യം വന്നത് ഞാൻ പറഞ്ഞില്ല, മീഡിയ സെന്ററിലാണ്. പിന്നെ ഇവിടുത്തെ ഡെലിഗേറ്റ്സ് ആയിരുന്നു. ഇപ്പോ ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റി. എന്റെ സിനിമ കളിക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമ ഇപ്രാവശ്യം ഉണ്ട് IFFKയിൽ. അതാണ് ഈ പ്രാവശ്യത്തെ സന്തോഷം. പിന്നെ IFFK നമ്മളുടെ പ്രതീക്ഷയാണ് എപ്പോഴും. നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവുന്നു എന്ന് പറയുന്നതിന്റെ കാരണത്തിലൊന്ന് IFFK ആയിരിക്കും എന്നാണ് തോന്നുന്നത്. നമസ്കാരം സാർ. നമ്മളിപ്പോ IFFK കോഴിക്കോട് നിന്ന് ആരംഭിച്ചപ്പോ 30ാമത്തെ എഡിഷൻ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വർഷം എന്തൊക്കെയാണ് IFFKയിൽ പ്രതീക്ഷിക്കാനുള്ള സിനിമകൾ? മികച്ച സിനിമകൾ എല്ലാ വർഷവും ഉണ്ടാവാറ്. അതിന്റെ തുടർച്ച തന്നെ ആയിരിക്കും ഈ വർഷം. അതിന്റെ അകത്ത് യാതൊരു സംശയമില്ല. പിന്നെ നമ്മളിപ്പോ IFFK ഓരോ വർഷം കഴിയുന്തോറും സിനിമയുടെ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ IFFKയിൽ പ്രതിഫലിക്കുന്നുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ പുതിയ കാലത്തെ പ്രമേയങ്ങൾ, പുതിയ കാലത്തെ സിനിമയുടെ നല്ല പുതിയ പ്രവണതകളൊക്കെ, അതിന്റെ രാഷ്ട്രീയമൊക്കെ ഇതിനകത്ത് വരും. അപ്പൊ അത് ഇത്തവണത്തെ IFFKയിൽ ഉണ്ടാവും. IFFKയുടെ ഒരു പ്രത്യേകത തന്നെ അതാണല്ലോ. കാരണം നമ്മൾ നല്ല സിനിമയോടൊപ്പം തന്നെ നല്ല രാഷ്ട്രീയം പറയാ, പുതിയ കാലത്തെ പുതിയ യൂത്തിന്റെ ഒക്കെ അവരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന മേള തന്നെയാണ് ഇത്തവണ. അതുകൊണ്ട് തന്നെ ഓരോ വർഷം കഴിയുന്നതോറും IFFK ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എന്റെ. കാൻസ് ഫിലിം ഫെസ്റ്റിവൽ 2025, ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ 2025, ഗോൾഡൻ സ്പൈക്ക് എന്നീ അവാർഡുകൾ നേടിയ കെല്ലി റിച്ചാർഡ് സംവിധാനം ചെയ്ത ദ മാസ്റ്റർ മൈൻഡ് ഒരുപാട് പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമാണ്. 1974 പുറത്തിറങ്ങിയ മൃണാൽ സെൻ സംവിധാനം ചെയ്ത കോറസ് എന്ന ചിത്രം IFFKയിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ മറ്റൊരു ചിത്രമാണ്. എങ്ങനെയുണ്ടായിരുന്നു മൂവി? 74 ഫിലിമാണ്. അപ്പൊ അത് ഇറ്റ് ഹാസ് ഏജ്ഡ് വെൽ. പിന്നെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അത്രയും വലിയ കാര്യങ്ങൾ, അത്രയും വലിയൊരു ക്യാൻവാസ് ആണ്. പക്ഷെ അത് മിനിയേച്ചറിലൂടെയും മറ്റുമൊക്കെ നന്നായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതെനിക്ക് തോന്നുന്നു 74-75 കാലഘട്ടം ആകുമ്പോൾ എമർജൻസിയുടെ അതും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ സജഷൻസ് ഇൻഡയറക്ട്ലി ഒക്കെ, ഡയറക്ട്ലി പറയാതെ തന്നെ ഇൻഡയറക്ട്ലി പറയുന്നത്. സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ, ആ ഒരു ഇയർ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ വെൽ ഗുഡ് വർക്ക്. അത് പ്രധാനമായിട്ടും നമ്മൾ എത്ര ലിമിറ്റഡ് ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് പ്രോബബിലിറ്റീസ് വെച്ച് ഇത്രയും വലിയ ക്യാൻവാസിൽ പടം പറയാന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി. I think it's very much a film of its time, but still resonates with today. I think so. I liked it. I don't know if I will agree with all the film's message, but it makes you think, and that's a good thing. ഇതിന്റെ മേക്കിംഗ് വൈസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? ഇതിന്റെ ആക്ടിംഗ് വൈസും ക്യാമറ സൗണ്ട്? ബേസിക് ആയിട്ട് ഇപ്പോ പൊതുവെ സ്റ്റാറ്റിക് ഷോട്ട്സ് ആണ് മിക്കവാറും പഴയ പടങ്ങളിലുള്ളത്. പക്ഷെ ഇതിലിപ്പോ ക്രാഷ് സൂം, സ്പ്ലിറ്റ് സ്ക്രീൻ, അത് ഭയങ്കര അത്ഭുതമായിരുന്നു. അകത്തൊരു 2-3 മിനിറ്റ്സിനുള്ളിൽ ഒരിടത്തൊരു സ്പ്ലിറ്റും പിന്നെ മറ്റിടത്ത് ഭയങ്കര മൂവിങ്ങുമാണ്. അപ്പൊ അതൊന്നും ആ കാലഘട്ടത്തിൽ പൊതുവെ നമ്മൾ മലയാള സിനിമകളാണ് അങ്ങനെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഷോർട്ട് ഡിവിഷൻ ഒന്നും നമ്മൾ അങ്ങനെ പൊതുവെ കാണാറില്ല. ബട്ട് ദിസ് ഫിലിം ഹാഡ് ദാറ്റ്. അതൊരു ഇൻഡിപെൻഡന്റ് NFDCയുടെ പടമായിട്ട് പോലും അങ്ങനത്തെ ഒരു മോഡ് കൊണ്ടുവരാൻ പറ്റും, വിച്ച് ഇസ് ഗുഡ് ആക്ച്വലി. മറ്റൊരു ഫെസ്റ്റിവൽ ഫേവറേറ്റ് ആയിരുന്നു ഡാഗ് ജോയിൻ ഹോഗ്രേറ്റ് സംവിധാനം ചെയ്ത നോർവേജിയൻ ഫിലിം ഡ്രീംസ്. Very good at its point in showing how love can be, how to say it, very obsessed. What is an obsession? Yeah, very good part. As a teenager, fall in love with the teacher, but in general, you can fall in love with very big obsession. Dreams was very nice. It was a beautiful film. Like, it's a women-centered film, and that was altogether a nice experience. There is something in for everyone, and I think everyone would find it relatable, especially girls and women. Okay, how did you like the making of the movie? It was nice. It was visually nice. It sounded nice. Music was nice.
and the storyline. It was very simple yet very beautiful. 2010 IFFKയുടെ സുവർണ ചകോരം നേടിയ കാർലോസ് ഗവീരിയ സംവിധാനം ചെയ്ത പോർട്രേറ്റ്സ് ഇൻ എ സീ ഓഫ് ലൈസ് എന്ന ചിത്രം മേളയുടെ മറ്റൊരു ആകർഷണമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മൂവി? പടം കൊള്ളാം. പണ്ടത്തെ പടമാണ്. ആ. ഓസ്കാർ കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. നല്ല പടമാണ്. ആ. അഭിനയം എന്ന് പറഞ്ഞാൽ മറ്റേ ഈ അടുത്ത ലേഡി ഉണ്ടല്ലോ, ലേഡി കഥാപാത്രം. നമ്മള് കൊറേ കഥാപാത്രങ്ങൾ സംസാരിച്ച് പോയില്ലേ. ഇതെന്തുണ്ടെങ്കിലും ഉണ്ടാകാതിരിക്കും. ലാസ്റ്റ് കരച്ചിലൊക്കെ ഉണ്ട്. എന്റെ മേക്കിംഗ് സൈഡ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? മേക്കിംഗ് ആണ് ഒരു കണ്ടങ്ങനെ പോകുന്ന ഒരു രീതിയാണ്. അത് ലാഗായിട്ട് ഇങ്ങനെ പോകും തോന്നും, പക്ഷെ പടം കണ്ടിരിക്കാൻ പറ്റും. നല്ല പടം. വേൾഡ് സിനിമ കാറ്റഗറിയിൽ ലാവ് ഡിയാസ് സംവിധാനം ചെയ്ത മെഗലൻ എന്ന ചിത്രം 16-ാം നൂറ്റാണ്ടിന്റെ കഥ പറയുന്ന ചിത്രമാണ്. മൂവി കൊള്ളായിരുന്നു. സിനിമാറ്റോഗ്രഫി വളരെ നല്ലായിരുന്നു. ഭയങ്കര സ്ലോ പേസ്ഡ് ആയിട്ടുള്ള സിനിമയായിരുന്നു. പക്ഷെ എന്നാലും സിനിമാറ്റോഗ്രഫി കൊണ്ട് മാത്രം കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയായിരുന്നു. അല്ലാതെ നെറേറ്റീവ് വൈസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു മെഗലന്റെ ആ ഒരു ക്രോണിക്കൽസ് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ തോന്നി. കുറച്ചും കൂടെ നെറേറ്റീവ് വൈസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നി. ഐ മീൻ ഇമ്പ്രൂവ് എന്ന് പറയാൻ പറ്റില്ല, അത് ഡയറക്ടറിന്റെ ഒരു ചോയ്സ് ആയിരുന്നു അങ്ങനെ എടുക്കുക എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഒരു നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. വിഷ്വലി ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കണ്ടിരിക്കുന്നത്. I felt that we were in another world, totally different. അതിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് തന്നെ നമ്മളിപ്പം തിയേറ്ററിനകത്തായി ഇരിക്കുന്ന ഒരു സിനിമ കാണാൻ ഇരിക്കുന്ന ഒരു ഫീൽ അല്ലായിരുന്നു. ശരിക്കും ആ ഒരു വേവ്സിനോടൊപ്പം കടലിനോടൊപ്പം ആ പണ്ടത്തെ ആ ബോട്ട് അതിനകത്ത് അതിന്റെ ക്രീക്കിംഗ് സൗണ്ടും എല്ലാം കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഈ ഇവിടെ തന്നെയാണോ, ഭൂമിയിലാണോ, അതോ അവരുടെ കൂടെ ഇപ്പം വെള്ളത്തിലാണോ ആ ലാൻഡിലാണോ എന്നുള്ളൊരു ഫീലിംഗ് ആണ്. പിന്നെ നമ്മള് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ബൈബിളിൽ കുറച്ച് വായിച്ച് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പണ്ട് ബുക്സ് വായിക്കുമ്പം ഒക്കെ ഇങ്ങനത്തെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ റിയൽ ആയിട്ട് ഇങ്ങനെ കാണുമ്പം ഇത് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കിപ്പം വിശ്വസിക്കേണ്ടി വരും. നേരത്തെ നമ്മള് സ്റ്റോറീസ് പോലെയായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ഈ മേളയിൽ ഒരുപാട് സിനിമാ പ്രേമികൾ കാത്തിരുന്ന ചിത്രമാണ് അബ്ദുറാമിനി സസാക്കോ സംവിധാനം ചെയ്ത ദ ബ്ലാക്ക് ടീ. ബ്ലാക്ക് ടീ ഒരു ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ആണ്, കുറച്ചൊരു സ്ലോ മൂവിങ് ആണ്. പക്ഷെ അതിനകത്ത് എനിക്കതിനകത്ത് കൂടുതലും ഒരു ഇഷ്ടം തോന്നിയതെന്ന് പറയുന്നത് ഒരു വിമന്റെ ഒരു ഫ്രീഡവും ഒരു ചോയ്സ്, അവരുടെ ഒരു ഡിസിഷൻ മേക്കിംഗ്, അത് വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആൻഡ് എസ്പെഷ്യലി അവിടെ അതിൽ കാണിക്കുന്ന ആ ഒരു ബ്ലാക്ക് ടീ എന്ന് പറയുന്ന ഒന്നൊരു കൺസംഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റും പിന്നെ ആ ഒരു ബ്ലാക്ക് എന്ന് പറയുന്ന ആ ഒരു തീം റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് റിയാലിറ്റീസ്. I love the cinematography. Yeah, and I found the pace a bit slow, but that's all. Like I was telling, I took a comical perspective from it. കിഴക്കൻ പാകിസ്ഥാനിലെ ഒരു പെൺകുട്ടിയുടെ കഥ. അതാണ് ഒരുപാട് സിനിമാ പ്രേമികൾ കാത്തിരുന്ന് ഋത്വിക് ഘടക് സംവിധാനം ചെയ്ത് ദ ക്ലൗഡ് കേപ്പ് സ്റ്റാർസ്. ക്രിസ്റ്റ്യൻ പെറ്റ്സോൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മിറേഴ്സ് നമ്പർ 3 മേള ആസ്വാദകർക്കിടയിൽ ഒരുപാട് ചർച്ചയായ സിനിമയാണ്. കാൻസ് ഫിലിം ഫെസ്റ്റിവൽ, ടൊറോണ്ടോ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി ഒരുപാട് ഫെസ്റ്റിവൽസിൽ അവാർഡുകൾ ലഭിച്ച് IFFKയിൽ എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു ചിത്രമാണ് ഹോം ബൗണ്ട്. തനിഷ്ക ചാറ്റർജി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഹിന്ദി ചിത്രമാണ് ഫുൾ പ്ലേറ്റ്. ഹോളി ആഘോഷത്തിനിടയിൽ നടക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ ഒരു ചലച്ചിത്രം സിനിമാ പ്രേക്ഷകർക്കിടയിൽ ഒരുപാട് ചർച്ചാ വിഷയമായ ഒരു ചിത്രം കൂടിയാണ്. വെനിസ് ഫിലിം ഫെസ്റ്റിവൽ, ടൊറോണ്ടോ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി ഒരുപാട് ഫെസ്റ്റിവൽസിൽ ശ്രദ്ധയാകർഷിച്ച് മറ്റൊരു ചിത്രമാണ് പാക് ചാൻ സംവിധാനം ചെയ്ത നോ അതർ ചോയ്സ്. ഈ ചിത്രവും IFFKയിൽ ഒരുപാട് ജനശ്രദ്ധ ആകർഷിച്ച ചിത്രമാണ്.